വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര ചെങ്ങന്നൂരിൽ നിന്നും കൊല്ലം അഴീക്കൽ ബീച്ചിലേക്കാണ്. ഓട്ടോറിക്ഷയിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര. രാവിലെ 9 മണിക്ക് ഞാൻ യാത്ര ആരംഭിച്ചു. നേരെ പെട്രോൾ പമ്പിൽ കയറി 500 രൂപയുടെ ഡീസലും പഠിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഏകദേശം 20 കിലോമീറ്റർ പിന്നിട്ടപ്പോഴേക്കും കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഒരു അടിപൊളി റെയിൽവേ ക്രോസിംഗ്. ഏകദേശം 10 മിനിറ്റോളം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ട്രെയിൻ നമ്മുടെ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലരുവി എക്സ്പ്രസ് എന്നാണ് ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ട്രെയിനിൻ്റെ പേര് കണ്ടത്. പൊതുവെ ഈ റൂട്ടിൽ വാഹനങ്ങൾ കുറവാണ്. ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്നും യാത്ര തിരിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ റൂട്ടിൻ്റെ കിലോമീറ്റർ എത്രയെന്ന് നോക്കി. ഏകദേശം 52 കിലോമീറ്റർ വരുന്നുണ്ട്. പേരിശ്ശേരി, ഇലഞ്ഞിമേൽ, മാവേലിക്കര, ചെട്ടികുളങ്ങര, കായകുളം വഴിയാണ് ഞങ്ങളുടെ യാത്ര. പൊതുവെ ഈ റൂട്ടിൽ വാഹനങ്ങൾ കുറവാണ്. MC റോഡ് വഴി കടന്നു പോവുകയാണെങ്കിൽ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. പൊതുവെ രാവിലെ ആയതുകൊണ്ട് വളരെ തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ ട്രെയിൻ കടന്നു പോയ ശേഷം ഞങ്ങളും ആ ക്രോസ് കടന്ന് മുന്നോട്ടേക്ക് നീങ്ങുവാൻ തുടങ്ങി. അങ്ങനെ അല്പം മുന്നോട്ടേക്ക് നീങ്ങിയപ്പോൾ തന്നെ ഒരു അടിപൊളി പച്ചക്കറി മാർക്കറ്റ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. ഈ പച്ചക്കറി മാർക്കറ്റിൽ നിന്നാണ് പോലും കോട്ടയം, തിരുവല്ല, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, കിടങ്ങന്നൂർ എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നാണ് പച്ചക്കറി കയറ്റിക്കൊണ്ടുപോകുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. നമുക്കത് ഇറങ്ങി ചിത്രീകരിക്കണം എന്ന് ഉണ്ട് എങ്കിൽ പോലും നമ്മൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിലൂടെ ഒന്ന് വീഡിയോ എടുത്തു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നാം അഴീക്കൽ ബീച്ചിനോട് ഏകദേശം അടുത്തിരിക്കുകയാണ്. ഈ കാണുന്ന പാലമാണ് സുനാമി പാലം അഥവാ കൊച്ചിയുടെ ജെട്ടി. ഈ പാലത്തിനു താഴെ കാണുന്നത് ദേശീയ ജലപാതയാണ്. നാം പാലത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ബോട്ട് നമ്മുടെ മുന്നേ വരുന്നതായിട്ട് കാണാൻ കഴിയും. കൊല്ലം കോട്ടപ്പുറം വാട്ടർ വേ ആണിത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബസ് സർവീസ് നടത്തുന്നത് പോലെ ഈ ബോട്ട് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരു സർവീസ് ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ പാലത്തിലൂടെ യാത്ര മുന്നോട്ട് പോയി. അല്പം മുന്നോട്ട് പോയി ഇടത്തോട്ടേക്ക് നാം തിരിഞ്ഞപ്പോൾ ചെറിയ പോക്കറ്റ് വഴിയായി ഈ പാത മാറി. ഇടത്തോട്ടേക്ക് നാം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വലിയ കായലും വലത്തോട്ടേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കടലുമാണ്. നാം പാലം കടന്നു വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലായി. നാം പാലം കടന്നു വരുമ്പോൾ ഒരു തുരുത്തിലേക്കാണ് എന്ന്. വലത് കടലും ഇടത് ഭാഗത്ത് കായലുമാണ്. 2004 ഒരു സുനാമി ഉണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അന്ന് ഈ ഭാഗങ്ങളെല്ലാം സുനാമി തിര ആഞ്ഞടിച്ചു. നിരവധി പേർക്ക് അവരുടെ വീട് നഷ്ടപ്പെട്ടു. ചിലർ മരണപ്പെടുകയും ഉണ്ടായി. ഈ ഭാഗങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ ഇന്നും അവിടെ ഇങ്ങനെയുള്ള ഓർമ്മകൾ ശേഷിക്കുന്നുണ്ട്. കൂടാതെ തന്നെ മരണപ്പെട്ടവരുടെ സ്മാരകം അവിടെ പണിത് വച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങനെ ആ പാലവും കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങി. അത്യാവശ്യം വലിയൊരു ആർച്ച് പാലമാണിത്. ചില സിനിമകളിൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഒട്ടനവധി പേർ ഇന്നും ഈ പാലത്തിൽ വെച്ച് റീൽസുകൾ ചിത്രീകരിക്കാറുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കായകുളത്തുള്ള ആറാട്ടുപുഴ ഗ്രാമത്തിൻ്റെ തീരപ്രദേശമായ വലിയ അഴീക്കൽ, കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമത്തിലെ അഴീക്കൽ ബീച്ച് എന്നിവയെ ബന്ധിപ്പിക്കുന്ന പാലമാണിത്, വലിയ അഴീക്കൽ പാലം.
ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ടെൻഷൻ സ്റ്റീൽ ബാർ കോൺക്രീറ്റും കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ അഴീക്കൽ ബീച്ചിലേക്ക് എത്തി. അറബിക്കടലിൻ്റെ തീരത്ത് 800 മീറ്റർ നീളമുള്ള ഒരു ബീച്ചാണ് ഈ അഴീക്കൽ ബീച്ച്. നാം കടന്നു വന്ന പാലം അവിടെ കാണുന്നുണ്ടല്ലോ. ഏഷ്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ആർച്ച് പാലമാണിത്. കായലിൻ്റെയും കടലിൻ്റെയും സംഗമസ്ഥാനം എന്നർത്ഥം വരുന്ന അഴി എന്ന മലയാള വാക്കിൽ നിന്നാണ് ഈ ബീച്ചിന് ഈ പേര് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഇപ്പോഴും ഇതിനെ അഴീക്കൽ ബീച്ച് എന്ന് പറയുന്നത്. അഴീക്കൽ മത്സ്യബന്ധന തുറമുഖവും ഈ ബീച്ചിനോട് അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള തീരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മനോഹരമായ വെള്ളമണലും തെളിഞ്ഞ വെള്ളവുമാണ്. ഈ അഴീക്കൽ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു കടലിന് കുറുകെയുള്ള ഒരു പാതയുണ്ട്. ഒരു 1/2 കിലോമീറ്റർ എന്ന് തന്നെ പറയാൻ കഴിയും. അതിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഡോൾഫിനുകളെ കാണുവാൻ കഴിയും. ക്ഷമ കുറച്ച് വേണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സമയം ശരിയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡോൾഫിനുകളെയും കാണാൻ കഴിയുന്നതാണ്. ഈ ഭാഗങ്ങളിൽ വെച്ചാണ് കൂടുതലും റീൽസുകൾ ചിത്രീകരിക്കാറുള്ളത്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. സുനാമിയാൽ നിരവധി വീടുകൾ തകർന്നപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത്. ഞങ്ങൾ അവിടെയുള്ള കാഴ്ചകളെല്ലാം ഇറങ്ങി കണ്ടതിന് ശേഷം ഞങ്ങളുടെ യാത്ര മുന്നോട്ടേക്ക് നീങ്ങി. നല്ല വിശപ്പുണ്ട്. നേരെ ഒരു ചായക്കട അന്വേഷിച്ച് ഞങ്ങൾ നീങ്ങുകയാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അഴീക്കൽ ഹാർബർ. അങ്ങനെ ഞങ്ങളുടെ ഹാർബറിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ ഹാർബറിലേക്കുള്ള യാത്ര മുന്നോട്ടേക്ക് നീങ്ങി. അതിനുള്ള അടയാളമാണ് നേരെ മുന്നിൽ കാണുന്ന ഒരു മീൻ വണ്ടി. അദ്ദേഹത്തെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ യാത്ര മുന്നോട്ടേക്ക് പോവുകയാണ്. താങ്ക് യു.